ഇങ്ങനെ താടിയും മുടിയും എനിക്ക് ഇങ്ങനെ നടന്നോട്ടാ. എവിടെങ്കിലും പോയി പണി അന്വേഷിക്കും മനുഷ്യ. പണിയൊന്നും ഇല്ലടി. പണി അന്വേഷിച്ചാ കിട്ടും, അന്വേഷിക്കണം പോയി. നമ്മുടെ കൂടെ പണിവരെ നമ്മളോട് ചോദിക്കണം പണി ഉണ്ടാവും. ഞാനവിടെ പണി അന്വേഷിക്കണം. പണിയുള്ളോടത്ത് പോയി അന്വേഷിക്കണം. പണിയില്ലാത്തടത്ത് എന്ത് ചെയ്യാനാണ്? ഇവിടെ ആരും കൊണ്ടു തരൂല പണി. പണി ഇല്ലാണ്ടാവുമ്പോഴേ ഇറങ്ങി അന്വേഷിക്കണം. അല്ലാണ്ട് വീട്ടിൽ കൊണ്ടു ആരെങ്കിലും പണി തരുമോ? നീ ആരോടെ നീ ആജ്ഞാപിക്കണത്? നീ ആരോടെ നീ ആജ്ഞാപിക്കണത്? ഞാൻ ആജ്ഞാപിച്ചൊന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞതാണ്. കാര്യം പറയണം. ഇങ്ങനെ കാര്യം പറയണത്? ഇവിടെ ഇങ്ങനെ കേറി ഇരുന്നാൽ ആരും കൊണ്ടു തരൂല പണി. നമ്മൾ പണിയില്ലെങ്കിൽ അന്വേഷിച്ചു പോണം. എനിക്ക് പണിക്കണമെങ്കിൽ എനിക്കറിയാം എപ്പോൾ പോകണമെന്നുള്ളത്. മനസ്സിലായി എനിക്ക്? നീയേ എൻ്റെ ഭാര്യയാണ്. നീ എന്നെ ജനിപ്പിച്ച തന്തയാവാൻ നോക്കണ്ട കേട്ടാ. ഇവിടെ പണിക്ക് പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവന്ന് ഉണ്ടാക്കണം ഞാൻ കൊണ്ടായിട്ടാണ്, അല്ല നീ കൊണ്ടായിട്ടല്ല, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ കൊണ്ടുവന്നിട്ടല്ല. ഇവിടെ ആജ്ഞാപിക്കാൻ നിൽക്കണം. അതൊക്കെ എന്നോട് എടുക്കണ്ടാക്കുന്ന നിന്റെ വീട്ടിൽ. ഞാൻ പറയും. കാരണം ഉള്ള കടം മുഴുവൻ മേടിച്ചു വെച്ചേക്കാണ്. നിങ്ങൾ പണിക്ക് പോയില്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നടക്കൂല. ആരടയ്ക്കും? എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയും നിങ്ങൾക്ക് അതില്ല. അതിനെ ആജ്ഞാപിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ കാര്യമില്ല പറയണം. നിനക്ക് എന്താണത് മതിയായില്ലേ? ഷോ എനിക്ക് വിശക്കണ ചോറെടുത്ത്. മന്നി ചോറിനടിക്ക് വാമ്പ. എനിക്ക് വേണ്ടേ? നീ ഉണ്ടാക്കിയൊരു സാധനം എനിക്ക് വേണ്ട. ഇവിടെ ചോറ് ഞാൻ പിടിക്കണം. അവര് വിശക്കണം, നീ വിശക്കണ്ട്. അങ്ങനെ നീ തിന്നണ്ട. ഞാൻ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സാധനം ഉണ്ടാക്കണത്. അങ്ങനെ ഞാൻ വെച്ച് കൊണ്ടുവന്ന സാധനം ഉണ്ടാക്കിയിട്ട് നീ തിന്നണ്ട. അങ്ങനെ ആരും തിന്നണ്ട. പട്ടിണി കിടക്കാം ഇവിടെ എല്ലാവരും. പാടല്ലോ. പപ്പ തിന്നാണ്ട് പോയി കളഞ്ഞിട്ട് എങ്ങാട് പോയി. അതെ കഴുകി പപ്പ വരുമ്പോ കൊടുക്കാം. എന്തെങ്കിലും പറഞ്ഞ് കൊടുക്കാം. എന്താണ് ഒരു സൗണ്ട്? അഞ്ചുണ്ട്. ഒരേ വന്നേടാ. അയ്യേ വേണ്ടെന്ന് പറഞ്ഞ ആള് തിന്നാണ്. വല്ല കാര്യമുണ്ട? വിളിച്ചതല്ലേ മര്യാദക്ക്. ഞാൻ എവിടെ നിന്നാണ് ഈ പട്ടി വെള്ളം കുടിക്കണോളത്തെ സൗണ്ട് കേൾക്കണേ? എവിടെ വന്നിരുന്ന് തിന്നിവാ.